നിയമാവർത്തനം 4-ാം അധ്യായം. ഇസ്രായേലേ, നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും ഇപ്പോൾ ശ്രവിക്കുവിൻ. ഇത് നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുന്ന ദേശം നിങ്ങൾ ചെന്ന് കൈവശമാക്കേണ്ടതിനുമാണ്. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന വചനത്തോട് നിങ്ങൾ ഒന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കാനുള്ളവയാണ്. ബാൽപെയോർ നിമിത്തം കർത്താവ് ചെയ്തത് നിങ്ങളുടെ കണ്ണുകൾ കണ്ടതാണല്ലോ. ബാൽപെയോറിനെ പിന്തുടർന്ന ഓരോ ആളെയും നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഇല്ലായ്മ ചെയ്തു. എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് നിങ്ങൾ ഒട്ടിച്ചേർന്ന് നിന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇന്ന് ജീവനുള്ളവരാണ്. നോക്കൂ, എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൽപ്പിച്ച പ്രകാരം അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്തിനുള്ളിൽ തദനുസാരം നിങ്ങൾ വർത്തിക്കേണ്ടതിനാണ്. ജനങ്ങളുടെ ദൃഷ്ടികളിൽ അത് നിങ്ങളുടെ ജ്ഞാനവും അറിവും ആയിരിക്കുമെന്നതുകൊണ്ട് നിങ്ങൾ പാലിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുവിൻ. ഈ ചട്ടങ്ങളെല്ലാം കേൾക്കുന്നവർ പറയും, ഈ മഹത്തായ ജനത എത്ര ജ്ഞാനവും വിവേകവുമുള്ള ജനം! എന്തെന്നാൽ നമ്മൾ വിളിക്കുമ്പോഴെല്ലാം നമുക്ക് സമീപസ്ഥനായ നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദേവന്മാർ തങ്ങൾക്ക് സമീപസ്ഥരായ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ തരുന്ന ഈ നിയമസംഹിത പോലെ നീതിയുക്തമായ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും സ്വന്തമായുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? നീ തികച്ചും ജാഗരൂകനായിരിക്കുക. നിന്റെ കണ്ണുകൾ കണ്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും നിന്റെ ജീവിതകാലം മുഴുവൻ അവ ഹൃദയത്തിൽ നിന്ന് അകലാതിരിക്കാനും നീ ആത്മനാ അതീവ ശ്രദ്ധാലുവാകുക. അവ നിന്റെ മക്കളോടും പേരക്കിടാങ്ങളോടും നീ അറിയിക്കണം. ജനത്തെ എനിക്കായി നീ വിളിച്ചുകൂട്ടുക. ഭൂമിയിൽ അവർ ജീവനോടിരിക്കുന്ന കാലമെല്ലാം എന്നെ ഭയപ്പെടാൻ അവർ പഠിക്കുന്നതിനും തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനുമായി എൻ്റെ വാക്കുകൾ ഞാൻ അവരെ കേൾപ്പിക്കട്ടെ എന്ന് കർത്താവ് എന്നോട് അരുൾ ചെയ്ത ദിവസം നീ ഹോറബിൽ നിന്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. നിങ്ങൾ അടുത്തെത്തി മലയുടെ കീഴേ നിന്നു. ആകാശമധ്യത്തോളം എത്തുന്ന അഗ്നിയാൽ മല എരിയുകയായിരുന്നു. ഇരുണ്ട മേഘവും കൂരിരുട്ടുമുണ്ടായിരുന്നു. അപ്പോൾ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. വാക്കുകളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു, ശബ്ദം മാത്രം. രൂപം നിങ്ങളാരും കാണുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് വിവരിച്ചു. നിങ്ങൾ അനുവർത്തിക്കാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 വചനങ്ങളാണവ. 2 കൽപ്പലകകളിൽ അവിടുന്ന് അവ എഴുതി. കൈവശമാക്കാനായി നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും അനുഷ്ഠിക്കേണ്ടതിന് അവ നിങ്ങളെ പഠിപ്പിക്കാൻ അക്കാലത്ത് കർത്താവ് എന്നോട് കൽപ്പിച്ചു. ആകയാൽ നിങ്ങൾ ആത്മന ഏറെ കരുതലുള്ളവരായിരിക്കണം. ഹോറബിൽ അഗ്നിമധ്യേ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം രൂപമൊന്നും നിങ്ങൾ കാണാതിരുന്നത് നിങ്ങൾ ദുഷിക്കത്തക്ക വിധം ഏതെങ്കിലും രൂപത്തിൻ്റെ ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനാണ്. അതായത് ആണിൻ്റെയോ പെണ്ണിൻ്റെയോ സാദൃശ്യമാകട്ടെ, ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ആകാശത്ത് പറക്കുന്ന ചിറകുള്ള ഏതെങ്കിലും പക്ഷിയുടെ സാദൃശ്യമാകട്ടെ, നിലത്തുള്ള ഏതെങ്കിലും ഉരകത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ഭൂമിക്കടിയിലുള്ള ജലത്തിലെ ഏതെങ്കിലും മത്സ്യത്തിൻ്റെ സാദൃശ്യമാകട്ടെ, ഒന്നും ഉണ്ടാക്കാതിരിക്കാനാണ്. മാത്രമല്ല, നീ ആകാശത്തിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തി സൂര്യചന്ദ്ര നക്ഷത്രങ്ങളാകുന്ന സകല ആകാശഗോള സഞ്ചയത്തെയും കണ്ട് അവയെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യാതിരിക്കാനുമാണ്. നിന്റെ ദൈവമായ കർത്താവ് അവയെ ആകാശം മുഴുവൻ്റെയും കീഴുള്ള എല്ലാ ജനങ്ങൾക്കുമായി നിർണയിച്ചു നൽകിയിരിക്കുന്നു. നിങ്ങളെയാകട്ടെ കർത്താവ് സ്വീകരിച്ച് ഇന്നത്തെപ്പോലെ തനിക്ക് അവകാശമായ ഒരു ജനമായി തീരേണ്ടതിന് ഈജിപ്തിൽ നിന്ന് ആ ഇരുമ്പ് ചൂളയിൽ നിന്ന് അവിടുന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ കാര്യങ്ങളെ പ്രതി കർത്താവ് എന്നോട് രോഷം പൂണ്ടു. ഞാൻ ജോർദാൻ കടക്കുകയില്ലെന്നും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി നൽകുന്ന വിശിഷ്ടദേശത്തേക്ക് പ്രവേശിക്കുകയില്ലെന്നും അവിടുന്ന് ശപഥം ചെയ്തു. ആകയാൽ ഞാൻ ജോർദാൻ കടക്കാതെ ഈ ദേശത്ത് വെച്ച് തന്നെ മരിക്കും. നിങ്ങളാകട്ടെ അത് കടന്ന് ഈ വിശിഷ്ടദേശം കൈവശപ്പെടുത്തും.
നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുമായി ഉണ്ടാക്കിയ അവിടുത്തെ ഉടമ്പടി മറക്കാതിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് വിലക്ക് കൽപ്പിച്ചിട്ടുള്ള എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം നിങ്ങൾക്കായി ഉണ്ടാക്കാതിരിക്കാനും നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടുന്ന് തീക്ഷ്ണമതിയായ ദൈവമാണ്. നിനക്ക് മക്കളും പേരക്കിടാങ്ങളും ജനിക്കുകയും നാട്ടിൽ നിങ്ങൾ സ്വസ്ഥതയുള്ളവരാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ദുഷിച്ച് എന്തിൻ്റെയെങ്കിലും ഛായാവിഗ്രഹം ഉണ്ടാക്കുകയും നിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുന്നതിന് അവിടുത്തെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ കൈവശമാക്കാനായി നിങ്ങൾ ജോർദാൻ കടന്നു ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ ക്ഷിപ്രം നാശമടയുക തന്നെ ചെയ്യും. ഇതിന് ആകാശത്തെയും ഭൂമിയെയും നിങ്ങൾക്കെതിരെ ഞാനിന്ന് സാക്ഷിയാക്കുന്നു. അവിടെ നിങ്ങൾ ദീർഘനാളുകൾ വസിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങൾ നിശേഷം ഇല്ലായ്മ ചെയ്യപ്പെടും. കർത്താവ് നിങ്ങളെ ജനങ്ങളുടെ ഇടയിൽ ചിതറിക്കും. കർത്താവ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ജനതകൾക്കിടയിൽ വിരലിലെണ്ണാവുന്നവരായി നിങ്ങൾ അവശേഷിക്കും. അവിടെ മനുഷ്യൻ്റെ കരവേലയായ കാണുകയോ കേൾക്കുകയോ ഭക്ഷിക്കുകയോ ഘ്രാണിക്കുകയോ ചെയ്യാത്ത കല്ലിനെയും തടിയെയും ദൈവങ്ങളായി നിങ്ങൾ സേവിക്കും. എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് നിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. നീ അവിടുത്തെ നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ തേടുന്നതുകൊണ്ട് കണ്ടെത്തും. പിൽക്കാലങ്ങളിൽ നീ ക്ലേശത്തിലായിരിക്കുമ്പോഴും ഇക്കാര്യങ്ങളെല്ലാം നിന്നെ പിടികൂടുമ്പോഴും നീ നിന്റെ ദൈവമായ കർത്താവിങ്കലേക്ക് തിരിയുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്യും. നിന്റെ ദൈവമായ കർത്താവ് കരുണയുള്ള ദൈവമായതുകൊണ്ട് അവിടുന്ന് നിന്നെ കൈവിടുകയില്ല, നിന്നെ നശിപ്പിക്കുകയില്ല. നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടി അവിടുന്ന് വിസ്മരിക്കുകയില്ല. അതെ, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ച ദിവസങ്ങളോട് തുടങ്ങി നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആദ്യ ദിനങ്ങളോട് ആകാശത്തിൻ്റെ ഒരറ്റത്തോട് തുടങ്ങി ആകാശത്തിൻ്റെ മറ്റേയറ്റം വരെ നിങ്ങൾ ആരായുവിൻ. ഇതുപോലൊരു മഹാസംഭവം നടന്നിട്ടുണ്ടോ? അഥവാ ഇതുപോലൊന്ന് കേൾക്കപ്പെട്ടിട്ടുണ്ടോ? അഗ്നിമധ്യേ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദം നീ കേട്ടതുപോലെ കേട്ടിട്ട് ഏതെങ്കിലും ഒരു ജനം പിന്നെ ജീവിച്ചിരുന്നിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുകെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതെല്ലാം പോലെ പരീക്ഷകളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും യുദ്ധത്താലും ശക്തമായ കരത്താലും നീട്ടിയ ഭുജത്താലും അതിഭയാനക പ്രവൃത്തികളാലും ജനതകളുടെ മധ്യേ നിന്ന് ഒരു ജനതയെ തനിക്കായി സ്വീകരിക്കാൻ വരുന്നതിന് ദൈവം ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടുത്തേക്ക് പുറമെ മറ്റാരുമില്ലെന്നും അറിയാൻ വേണ്ടി നിനക്ക് ഉൾക്കാഴ്ച ലഭിച്ചിരിക്കുന്നു. നിന്നെ പരിശീലിപ്പിക്കാനാണ് തൻ്റെ സ്വരം ആകാശത്തു നിന്ന് അവിടുന്ന് നിന്നെ കേൾപ്പിച്ചത്. തൻ്റെ മഹത്തായ അഗ്നിഭൂമിയിൽ അവിടുന്ന് നിന്നെ കാണിച്ചത് അവിടുത്തെ വാക്കുകൾ അഗ്നിമധ്യേ നിന്ന് നീ കേട്ടത്. അവിടുന്ന് നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കു ശേഷം അവരുടെ സന്തതിയെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അവിടുന്ന് തൻ്റെ സാന്നിധ്യത്തിലും മഹാശക്തിയിലും നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. നിന്നെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിന്റെ മുമ്പിൽ നിന്ന് നിഷ്കാസനം ചെയ്യാനും ഇന്നത്തേതുപോലെ നിന്നെ കൊണ്ടുവന്ന് അവരുടെ ദേശം നിനക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ ആകാശത്തിലും താഴെ ഭൂമിയിലും കർത്താവ് തന്നെയാണ് ദൈവം, വേറൊരുവനില്ല എന്ന് ഇന്നു നീ ഗ്രഹിച്ച് ബോധ്യപ്പെടണം. ആകയാൽ നിന്റെ ദൈവമായ കർത്താവ് എക്കാലത്തേക്കും നിനക്ക് തരുന്ന ഭൂമിയിൽ നീ ദീർഘായുഷ്മാനാകുന്നതിന് നിനക്കും നിനക്കു ശേഷം നിന്റെ മക്കൾക്കും നന്മയുളവാക്കുന്ന ഇന്ന് നിന്നെ ഞാൻ അനുശാസിക്കുന്ന അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും നീ പാലിക്കണം. മോശ പിന്നീട് ജോർദാനു മറുകരെ സൂര്യോദയദിക്കിൽ 3 പട്ടണങ്ങൾ വേർതിരിച്ചു. തൻ്റെ അയൽക്കാരനോട് പൂർവ്വവിരോധം കൂടാതെ അറിയാതെ അവനെ വധിക്കാനിടയാകുന്ന കൊലപാതകയ്ക്ക് അവിടേക്ക് പലായനം ചെയ്യാൻ വേണ്ടിയാണത്. ഈ പട്ടണങ്ങളിൽ ഒന്നിലേക്ക് ഒളിച്ചോടി അവന് ജീവിക്കാം. റൂബൻകാർക്ക് മരുഭൂമിയിലെ സമതലത്തിലുള്ള ബേസർ, ഗാദുകാർക്ക് ഗിലെയാദിലെ റാമോത്ത്, മനാസക്കാർക്ക് ബാഷാനിലെ ഗോലാൻ. ഇതാണ് മോശ ഇസ്രായേല്യർക്ക് മുന്നിൽ അവതരിപ്പിച്ച നിയമം. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്നപ്പോൾ മോശ അവരോട് വചിച്ച സാക്ഷ്യങ്ങളും ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളുമാണിവ.
ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ശേഷം ജോർദാന്റെ മറുകരെ മോശയും ഇസ്രായേല്യരും തോൽപ്പിച്ച ഹെഷ്ബോൺ വാസിയായ അമോരി രാജാവ് സീഹോന്റെ ദേശത്തിലെ ബെത്പയോറിനെതിരെയുള്ള താഴ്വരയിൽ വെച്ചായിരുന്നു അത്. അവൻ്റെ നാടും ബാഷാനിലെ രാജാവായ ഓഗിൻ്റെ ജോർദാനക്കരെ സൂര്യോദയ ദിക്കിലെ അമോരി രാജാക്കന്മാരായിരുന്നു അവരിരുവരും. നാടും അവർ കൈവശമാക്കി. അതായത് അർണോൺ നദീതീരത്തുള്ള അരോവേർ മുതൽ ഹെർമോൺ എന്ന സിയോൻ മല വരെയും ജോർദാന്റെ മറുകരെ കിഴക്കുള്ള അറാബ മുഴുവനും പിസ്ഗായുടെ ചരിവുകൾക്ക് താഴെയുള്ള അറാബ കടൽ വരെയും.